UETയുടെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, കാൻഡിഡേറ്റിൻ്റെ പേരുണ്ടാവും, കാൻഡിഡേറ്റിൻ്റെ ഫാദറിൻ്റെ പേരുണ്ടാവും, ജെൻഡർ ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, കാറ്റഗറി ഉണ്ടാവും, ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അവിടെ എസ് എന്നും അല്ലെങ്കിൽ നോ എന്നും ഉണ്ടാവും, സ്ക്രൈബ് റിക്വയർഡ് ആണെങ്കിൽ അവിടെയും ആ ഡീറ്റെയിൽ ഉണ്ടാവും. റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും, താഴെ നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ടാവും. ഈ ഡീറ്റെയിൽസൊക്കെ ആ ഫസ്റ്റ് പേജിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കുക. നിങ്ങൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഡേറ്റ തന്നെയായിരിക്കും അവിടെയും ഉണ്ടാവുക. അപ്പോൾ ഈ പേജ് സാധാരണ എല്ലായിടത്തും പറയുന്നത് പോലെ കളർ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അത് കളർ പ്രിൻ്റ് ഔട്ട് വേണമെന്നല്ല, പ്രിഫറബിൾ എപ്പോഴും കളറാണ് നല്ലത്. കാരണം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അവിടെ ഉള്ളത് കൊണ്ട് വേറെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങളത് കളർ തന്നെ എടുക്കുക. നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ, അതായത് ഫോട്ടോഗ്രാഫൊക്കെ കാണുന്ന ആ പേജിൻ്റെ താഴെ നിങ്ങളുടെ എക്സാമുകളുടെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ 15-ാം തീയതി തുടങ്ങി 19-ാം തീയതി വരെയുള്ളതേ വന്നിട്ടുള്ളൂ. അതിന് ശേഷമുള്ളവർക്ക് വീണ്ടും അതിൻ്റെ ബാക്കി വരും. അപ്പോൾ ചിലർക്ക് അവർ അപ്ലൈ ചെയ്ത എല്ലാ എക്സാമിൻ്റെയും വന്നിട്ടില്ല എന്നൊരു പ്രശ്നം ഉണ്ടാവും. അതിന് വരികയുള്ളൂ. അപ്പോൾ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇത് പെൻ ആൻഡ് പേപ്പർ മെത്തേഡിലുള്ളതാണ്. അപ്പോൾ ഇതിൽ നോക്കുക. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന കാൻഡിഡേറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. 15-ാം തീയതി തന്നെ ആൾക്ക് 4 എക്സാമുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ സമയം 10 തുടങ്ങി 11 വരെയാണെങ്കിൽ അടുത്തത് 12:15 തുടങ്ങി 1 മണി വരെയാണ്. മൂന്നാമത്തെ എക്സാം 3 തുടങ്ങി 3:45 വരെയും അടുത്തത് 5 തുടങ്ങി 6 വരെയുമാണ്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡേറ്റിൽ, അതായത് ആദ്യത്തെ 2 എക്സാം നിങ്ങൾ നോക്കുക, 8 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടാവില്ല. 8 മണിക്ക് റിപ്പോർട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് സെൻറ്ററിന് വെളിയിൽ പോകാൻ പെർമിറ്റ് ചെയ്യില്ല. അടുത്തത് 1 മണിക്കാണ് അടുത്ത 2 എക്സാമുകൾ. അതും ഇടയ്ക്ക് നിങ്ങളെ ഈ ഇൻ ബിറ്റ്വീൻ ദ എക്സാം ഇതിൽ നിങ്ങൾ വിടില്ല. എന്നാൽ ഈ ബ്രേക്കിൽ, അതായത് ഞാൻ ഈ വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക, രാവിലത്തെ സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷന് മുമ്പ് നിങ്ങൾക്ക് ക്യാമ്പസിന് വെളിയിൽ പോകാൻ പറ്റും. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഒരേ സെഷനിൽ ഇപ്പോൾ 1 മണിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ 2 എക്സാമും. അപ്പോൾ നിങ്ങൾ അതിന് പുറത്തു വിടില്ല. ഇത് 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടാവില്ല, ഇവിടെയും നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടാവില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ. ഇനി അടുത്തത് 16-ാം തീയതിയാണ്. അതിൽ 1 മണിക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 തുടങ്ങി 4 വരെയാണ് എക്സാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരിക്കുന്ന എക്സാമുകൾക്കിടയിൽ ഒരേ റിപ്പോർട്ടിംഗ് ടൈമുള്ള 2 എക്സാം ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് നിങ്ങൾക്ക് ക്യാമ്പസിന് വെളിയിൽ പോകാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഫ്രിസ്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ആ എക്സാമുകൾ രണ്ടും അറ്റ് എ ടൈം ചെയ്യേണ്ടി വരും. അതിനുശേഷം റിപ്പോർട്ടിംഗ് ടൈം മാറ്റി പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ 1 മണി പറഞ്ഞിരിക്കുന്നിടത്ത് അതിനിടയ്ക്ക് ബ്രേക്ക് ഉണ്ട്. 8 മണിക്ക് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ഇനി അടുത്തത് 1 മണിക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അഡ്മിറ്റ് കാർഡ് നോക്കുക. ഇവിടെ 1, 2, 3, 4, 5 എക്സാം പറഞ്ഞിട്ടുണ്ട്. 5 എക്സാമും 5 സെപ്പറേറ്റ് അഡ്മിറ്റ് കാർഡ് എടുക്കണം. ഈ 5 സെപ്പറേറ്റ് കാർഡിനും അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പോൾ 5 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ കുട്ടിയുടെ കയ്യിൽ ഉണ്ടാവണം. ഓരോ എക്സാമിനും ഓരോ അഡ്മിറ്റ് കാർഡും ഓരോ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ കൊടുക്കണം. റൈറ്റ്. പിന്നെ റിപ്പോർട്ടിംഗ് ടൈം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ റിപ്പോർട്ടിംഗ് ടൈമിൽ കുട്ടി എവിടെ എത്തിയിരിക്കണം. ഗേറ്റ് ക്ലോസിംഗ് 9:30-ക്കാണ്. ഇതിനുശേഷം എന്തായാലും പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ 8 മണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 8:15 ആയാലും പെർമിറ്റ് ചെയ്യും, 8:30 ആയാലും പെർമിറ്റ് ചെയ്യും. എന്നാലും 8 മണി റിപ്പോർട്ടിംഗ് 8 മണിക്ക് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. താമസിച്ചാൽ പിന്നെ ഡിപ്പെൻഡ് ആണ്. അവിടെ നിൽക്കുന്നവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മൾ പിന്നീട് അതിലൊരു ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ എന്തായാലും ഈ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഓരോന്നും ഓരോ എക്സാമാണ്. 1, 2 ഞാൻ ഈ നമ്പർ ചെയ്തിരിക്കുന്ന പോലെ ഇത് ഓരോന്നും ഓരോ എക്സാമാണ്. ഓരോ അഡ്മിറ്റ് കാർഡ് വേണം. അപ്പോൾ നിങ്ങൾ ഈ 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 2 അഡ്മിറ്റ് കാർഡും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഉണ്ടാവണം. കാരണം ഈ 2 എക്സാമും ഏകദേശം ഒരേ റിപ്പോർട്ടിംഗ് ടൈമാണ്. അടുത്തത് 2 അടുത്ത റിപ്പോർട്ടിംഗ് ടൈമാണ്. ഇത് വേറൊരു ദിവസമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചാണ്. സബ്ജക്റ്റ് ഏതൊക്കെയാണ് എക്സാം എന്ന് ഇവിടെ സബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട്. റൈറ്റ്. അടുത്തത് ഈ അഡ്മിറ്റ് കാർഡിൽ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ് മസ്റ്റ് ബ്രിങ് 1 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് പെർ സബ്ജക്റ്റ്. ഓരോ സബ്ജക്റ്റിനും ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്ന അതേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അവരുടെ ഡേറ്റ് ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ വന്നതിൽ ഡേറ്റ് ഉണ്ട്, ഇപ്പോഴത്തേതിൽ ഡേറ്റ് ഉണ്ടോ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ സെയിം ഫോട്ടോ ആയിരിക്കണം. അറ്റൻഡൻസ് ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഒരു ഫോട്ടോ നിങ്ങൾ കയ്യിൽ കരുതിയാൽ മതി. ഇനി എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് 50 ക്വസ്റ്റൻ ഉണ്ടാവും, 40 എണ്ണം അറ്റൻഡ് ചെയ്യുക. എന്നാൽ ജനറൽ ടെസ്റ്റിന് 60 ക്വസ്റ്റൻ ഉണ്ടാവും, 50 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ജനറൽ ടെസ്റ്റ് ഒഴികെ ബാക്കി എല്ലാത്തിനും 50 ക്വസ്റ്റ്യൻ, 40 എണ്ണം അറ്റൻഡ് ചെയ്യണം. ജനറൽ ടെസ്റ്റിൽ 60-ൽ 50 അറ്റൻഡ് ചെയ്യണം. സപ്പോസ് നിങ്ങൾ അതിൽ കൂടുതൽ ഈ 50-ൽ 40-ൽ കൂടുതൽ ചെയ്താൽ ആദ്യത്തെ 40 മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യൂ.
ഈ 60 ക്വസ്റ്റ്യനിൽ 50 കൂടുതൽ ചെയ്താൽ ആദ്യത്തെ 50 നിങ്ങളുടെ ഫസ്റ്റ് 50 റെസ്പോൺസേ അവർ ചെക്ക് ചെയ്യൂ. അപ്പോൾ ഇതും ശ്രദ്ധിക്കുക. 2 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇവിടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കുട്ടിയുടെ പേര് എഴുതുക. ഇവിടെ നിങ്ങൾ നെയിം മെൻഷൻ ചെയ്യുക. റെസിഡൻറ്റ് ഓഫ്, ഇവിടെ നിങ്ങൾ പ്ലേസ് മെൻഷൻ ചെയ്യുക. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം, പോസ്റ്റ് ഓഫീസ്, അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. ഇവിടെ നിങ്ങൾ സിഗ്നേച്ചർ ഇടരുത്. ഇതെപ്പോഴാണ്? ഇൻ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ ഓൺലി. ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ അവർ സൈൻ ചെയ്യാൻ പറയുമ്പോഴേ നിങ്ങളിവിടെ സൈൻ ചെയ്യാവൂ. ബാക്കിയൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് വേണം പോകാൻ. ഇനി ഇൻസ്ട്രക്ഷൻസ് നോക്കുക. ഡ്യൂറിംഗ് ദ എക്സാമിനേഷൻ നോ ബയോ ബ്രേക്ക് വിൽ ബി അലൗഡ്. അതായത് ഒരു എക്സാമിനും അടുത്ത എക്സാമിനും ഇടയ്ക്ക് ഒരേ റിപ്പോർട്ടിംഗ് ടൈമാണ്. ചിലപ്പോൾ 15 അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ഗ്യാപ്പേ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ പുറത്തുവിടില്ല. അതുപോലെ ബിറ്റ്വീൻ എക്സാമിൻ്റെ ഇടയ്ക്കും നിങ്ങളെ പുറത്തുവിടില്ല. സോ ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ബ്രേക്ക് കാൻഡിഡേറ്റ് ഹു വാസ് എക്സാം ഇൻ നെക്സ്റ്റ് ഷിഫ്റ്റ് വിൽ നോട്ട് ബി അലൗഡ് ടു ഗോ ഔട്ട്സൈഡ് ദ സെൻറ്റർ പ്രമേസ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ 8 മണിക്ക് റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾക്ക് 9 to 10 ഒരു എക്സാം, അടുത്തത് 11 തുടങ്ങി 12 ആണെന്ന് വിചാരിക്കുക. രണ്ടിൻ്റെയും റിപ്പോർട്ടിംഗ് ടൈം 8 മണിയാണെങ്കിൽ നിങ്ങളെ ക്യാമ്പസിന് വെളിയിൽ വിടില്ല. 8 മണി 8 AM ആണ്. നമ്മൾ മുമ്പ് ജസ്റ്റ് ആദ്യത്തെ സെഷനിൽ ഞാൻ മെൻഷൻ ചെയ്തു 8 മണിക്കാണ് രണ്ടിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളെ സെൻറ്ററിന് വെളിയിൽ വിടില്ല. അതുപോലെ എക്സാം നടക്കുന്നതിനിടയ്ക്കും നിങ്ങൾക്ക് ബയോ ബ്രേക്ക് ഉണ്ടാവില്ല. ഓക്കെ. സെഷൻ ബ്രേക്കിൽ ഒരു സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷന് മുമ്പ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. ക്ലിയർ അല്ലേ? അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കുക. സാധാരണ എല്ലാ എക്സാമിനും ഉള്ളതുപോലെ ദ കാൻഡിഡേറ്റ് മസ്റ്റ് റീച്ച് ദ എക്സാം സെന്റർ അറ്റ് ദ ടൈം ഇൻഡിക്കേറ്റഡ് അഗെയിൻസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം. അതായത് എൻട്രി ടൈമിൽ, ആ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ അവിടെ എത്താൻ ശ്രദ്ധിക്കുക. ഗേറ്റ് ക്ലോസിങ്ങിന് ശേഷം ഒരു കുട്ടിയെ പോലും പെർമിറ്റ് ചെയ്യില്ല. ക്ലിയർ അല്ലേ? എക്സാം കഴിയാതെ ഒരാളെയും പുറത്തു വിടില്ല. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നീറ്റിൽ പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇനി നിങ്ങളുടെ കയ്യിലൊരു സെൽഫ് ഡിക്ലറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേരും പ്ലേസും ഒക്കെ എഴുതിയ സെൽഫ് ഡിക്ലറേഷൻ സൈൻ ചെയ്തിട്ടുണ്ടാവണം. ആ പേജ് കൂടി ചേർത്ത്. അപ്പോൾ ഈ 2 പേജും, അതായത് ഫസ്റ്റ് പേജും ഇൻസ്ട്രക്ഷൻ അടങ്ങിയ 2ാമത്തെ പേജും കൂടി എടുത്തുകൊള്ളുക. റൈറ്റ്. ഇനി പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ റിലീജിയസ് ഡ്രസ്സ്, മതപരമായ ഡ്രസ്സ് ധരിക്കുന്നവർ റിപ്പോർട്ടിംഗ് ടൈമിൽ എന്തായാലും ആ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ എത്തിയിരിക്കണം. കാരണം അവിടെ ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഉള്ളതുകൊണ്ട് നിർബന്ധമായിട്ട് അവിടെ ആ സമയത്ത് എത്തിയിരിക്കണം. ഇനി എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫും ഫ്രിസ്കിംഗ് പ്രോസസ്സും ഇല്ലാതെ എന്തായാലും എൻട്രി ഇല്ല. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. അപ്പോൾ നീറ്റിൻ്റേതുപോലെ ഒരു ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആഭരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ഫുൾ കെ ഷർട്ട് ഉപയോഗിക്കാതിരിക്കുക. അതായത് നമ്മൾ മുമ്പ് നീറ്റിൽ, അത് സംശയമുള്ളവർക്ക് നീറ്റിൻ്റെ വീഡിയോ ഒന്നുകൂടി എടുത്ത് കാണാം. നീറ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ ഡ്രസ് പാറ്റേൺ ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ വേറെ തർക്കങ്ങളുടെ ആവശ്യമില്ല. ഇനി എന്തൊക്കെ നിങ്ങളുടെ ഹോളിനുള്ളിലേക്ക് പെർമിറ്റ് ചെയ്യും? ഒന്ന്, പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ പെർമിറ്റ് ചെയ്യും. പെന്ന് നിങ്ങൾ കൊണ്ടുപോകണം. നീറ്റിൻ്റെ ഇതുപോലെ പെന്ന് തരില്ല, നിങ്ങൾ കൊണ്ടുപോകണം. ഇനി അത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളർ ഏതായാലും കുഴപ്പമൊന്നുമില്ല, ബ്ലാക്ക് ആയിരിക്കും പ്രിഫറബിൾ. ഓക്കെ. ഇനി അഡീഷണൽ ഫോട്ടോഗ്രാഫ്, ഇത് ഞാൻ പറഞ്ഞു ഓരോ എക്സാമിനും ഓരോന്ന് വീതം കൊണ്ടുപോകണം. ഇപ്പം മുമ്പ് നമ്മൾ ഈ അഡ്മിറ്റ് കാർഡുള്ള കുട്ടിയുടേത് 5 എക്സാമാണ്. അപ്പോൾ 5 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം. ഒരു എക്സാമിന് ഒരു സെഷനിൽ കയറുമ്പോൾ ആ സെഷൻ്റെ 2 ആണെങ്കിൽ 2, 1 ആണെങ്കിൽ 1, അത് എത്ര സെഷൻ ഉണ്ടോ ആ ഒരു റിപ്പോർട്ടിങ്ങിൽ അത്രമാത്രം കൊണ്ടുപോയാൽ മതി. റെഡി. അതേപോലെ അഡ്മിറ്റ് കാർഡ് എലോങ് വിത്ത് സെൽഫ് ഡിക്ലറേഷൻ, അത് നിർബന്ധമായിട്ടുണ്ടാവണം. ഒരു ക്ലിയർ പ്രിൻ്റ് ഔട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു കളറായിരിക്കും ബെറ്റർ. കളർ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കളറായിരിക്കും ബെറ്റർ. ഇനി അണ്ടർടേക്കിംഗ് ഞാൻ പറഞ്ഞു, നമ്മൾ ഫില്ല് ചെയ്തിട്ട് പേരും ഒക്കെ എഴുതി ഫില്ല് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം. പ്ലസ് നിങ്ങളുടെ കയ്യിലൊരു വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, പെന്ന്, അതുപോലെ അഡ്മിറ്റ് കാർഡ്, അതിലൊട്ടിക്കാനുള്ള അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനുള്ള ഒരു അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ഒരു വാലിഡ് ID പ്രൂഫ്. അത് പ്രിഫറബിളി ആധാർ കാർഡ് ഇല്ല എങ്കിൽ മാത്രം ആധാർ അല്ലെങ്കിൽ റേഷൻ കാർഡ്, ആധാർ എൻറോൾമെൻറ്റ് നമ്പർ വിത്ത് ഫോട്ടോ ഉള്ളത്, അതല്ലെങ്കിൽ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID, അല്ലെങ്കിൽ 12th ബോർഡ് എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ്, പാസ്പോർട്ട്, വാലിഡ് ആയിരിക്കുന്ന പാസ്പോർട്ട്, സ്കൂൾ ID പ്രൂഫ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഒറിജിനൽ ഡോക്യുമെൻ്റ്. ഇതല്ലാത്ത ഒരു ഡോക്യുമെൻറ്റും അതേപോലെ മറ്റു ഫോട്ടോ കോപ്പീസും പെർമിറ്റ് ചെയ്യില്ല. ഓക്കെ. അപ്പം ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എക്സാമിന് കൊണ്ടുപോകണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, റഫ് വർക്കിന് നിങ്ങൾക്ക് അഡീഷണൽ പേപ്പർ തരില്ല. ഇപ്പോൾ ഈ പെൻ ആൻഡ് പേപ്പറിലാവുമ്പോൾ റഫ് വർക്ക് നിങ്ങൾക്ക് ആ ബുക്ക്ലെറ്റിൻ്റെ എൻഡിൽ തന്നെ റഫ് വർക്കിനുള്ള സ്പേസ് ഉണ്ടാവും. നീറ്റ് ചെയ്തവർക്കറിയാം, നീറ്റ് എക്സാമിൻ്റെ ഇതുപോലെ ആ ബുക്ക്ലെറ്റിൻ്റെ എൻഡിലുള്ള റഫ് വർക്ക് ചെയ്യാനുള്ള സ്പേസിലേ അത് ചെയ്യാവൂ. ബാക്കിയൊക്കെ സാധാരണ ഒരു എക്സാമിനുള്ളതുപോലെ മറ്റു മാൽ പ്രാക്ടീസ് പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CUET എക്സാം എഴുതാൻ പോകുന്നവർ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു
സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.